വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മന്ദഗതിയിലേക്ക് പോളിംഗ് പോയി. അത് അവസാന മണിക്കൂറിൽ വീണ്ടും വേഗം വയ്ക്കും എന്ന പ്രതീക്ഷയോടെയാണ് മുന്നണികൾ കാത്തിരിക്കുന്നത്. വയനാട്ടിൽ ഇതുവരെയുള്ള പോളിംഗ് 57.49%. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. Look, I just hope that today everybody comes out and exercises their democratic right. I think it's the greatest strength that the Constitution has given people, and they should use it well. ക്യാമ്പയിൻ്റെ രീതി അനുസരിച്ച് ആ ക്യാമ്പയിൻ സീരിയസ് ആയി ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളിൽ വന്ന് വോട്ട് ചെയ്യും. LDF പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും ഡെവലപ്മെൻറ്റ് ഇഷ്യൂയും ജനപ്രതിനിധിയുടെ അസാന്നിധ്യം മറ്റ് ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിലക്കും കാൻഡിഡേറ്റ് എന്ന നിലക്കും ഞാൻ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞത് അത് പൊതുവേ ഒരു ശരിയായ കാര്യമാണെന്ന് വോട്ടർമാർ അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ മുണ്ടക്കൈൻ്റെ ഒരു സ്പെഷ്യൽ പോളിംഗ് ബൂത്തിലാണ് ഞങ്ങളിപ്പം സന്ദർശനത്തിന് വന്നിട്ടുള്ളത്. ഒരു ബൈ ഇലക്ഷൻ ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു ദുരന്ത മേഖലയിലുള്ള ആളുകൾ പല ഭാഗത്തു നിന്നും പ്രത്യേക വാഹനം ഏർപ്പാട് ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ ഭാഗത്തേക്ക് ആളുകൾ വരുന്നത്. പോളിംഗ് കുറവാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നങ്ങളും ആ ഭാഗത്തു നിന്ന് ആർക്കും വരാൻ സാധിക്കില്ല. പല ഭാഗത്തു നിന്നും വേണം ആളുകൾ ഇവിടേക്ക് എത്തിപ്പെടാൻ. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകൾക്കുണ്ട്. ഒന്നാമത് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലല്ല ഇപ്പോൾ ആരും ഉള്ളത്. വയനാട്ടിലെ വിവരങ്ങളുമായി നമുക്കൊപ്പം മേപ്പാടിയിൽ നിന്ന് അലി അക്ബർ ഷാ, തോൽപ്പെട്ടിയിൽ നിന്ന് ദീപക് മോഹൻ, ഏറനാട് ഒതായ് മദ്രസയിൽ നിന്ന് മുബഷിഫി അക്ബർ, ഒപ്പം സെന്റ് ജോൺസ് കോൺവെന്റ് സ്കൂൾ കൽപ്പറ്റയിൽ നിന്ന് VS രഞ്ജിത്ത് എന്നിവർ ചേരുകയാണ്. ആദ്യം നമുക്ക് VS രഞ്ജിത്തിലേക്ക്, ദീപക് മോഹനിലേക്ക്, അലി അക്ബർ ഷായിലേക്കൊക്കെ പോകാം. ആദ്യം അലിയിലേക്ക് തന്നെ കടക്കാം. മേപ്പാടിയിലാണ് അലി ഇപ്പോൾ നിൽക്കുന്നത്. മേപ്പാടിയിലെ വാർഡുകൾ ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ചാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. അലി, അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പേർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ടോ, അതോ പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ചതിലും അധികം കുറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ? സുജയ, രാവിലെ 10 മണിയോടുകൂടി തന്നെ ഏകദേശ സൂചന ലഭിച്ചിരുന്നു ഇത്തവണ പോളിംഗ് ശതമാനം ഒരു വലിയ മുന്നോട്ട് പോക്ക് ഉണ്ടാകില്ല എന്നത്. അത് ഉറപ്പിക്കുന്ന നിലയിലുള്ള സൂചനകളായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ 168 നമ്പർ ബൂത്തിലാണ്. ഇവിടെ കാണാം, നേരത്തെ ഒരു ഉച്ചയ്ക്ക് മുൻപ് വരെ ചെറിയ രീതിയിലെങ്കിലും ക്യൂ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആളൊഴിഞ്ഞാണ്, ഉദ്യോഗസ്ഥർ മാത്രമുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ഈ പോളിംഗ് ബൂത്ത് ഉള്ളത്. 57.49% നിലവിൽ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. 5 മണി കഴിഞ്ഞിരിക്കുന്നു. 5:07 ആയിരിക്കുന്നു സമയം. 1 മണിക്കൂറിൽ താഴെ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ 74.22 എന്ന പോളിംഗ് ശതമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത തുലവും കുറവാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഈ ഘട്ടത്തിലും ഉള്ളത്. ഈ പറഞ്ഞതുപോലെ വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് നിൽക്കുന്ന മനുഷ്യർ എത്രത്തോളം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാണ് മാനസികമായി എന്നതൊരു വലിയ ചോദ്യമായിരുന്നു. എന്തായാലും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ ഈ 168 നമ്പർ ബൂത്തിൽ മുണ്ടക്കയിൽ നിന്നും എത്തേണ്ടിയിരുന്നത് 1168 വോട്ടർമാരായിരുന്നു. 1168 നിലവിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 702 ആളുകളാണ്. ഈ 1168 എന്ന് പറയുന്ന കണക്കിൽ 112 ആളുകൾ മരണപ്പെട്ടവരും അതുപോലെ തന്നെ നിലവിൽ സർക്കാരിന്റെ കാണാതായവരുടെ പട്ടികയിലുള്ളവരുമാണ്. അത്തരത്തിൽ ആ കണക്ക് കൂടി കുറച്ച് നോക്കുകയാണെങ്കിൽ ഈ ബൂത്തിൽ വോട്ട് ചെയ്യേണ്ടവരിൽ ഏകദേശം 60% മുകളിൽ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. നിലവിൽ നടന്നിരിക്കുന്ന പോളിംഗ് സ്വാഭാവികമായും ഇനി 1 മണിക്കൂറിൽ താഴെ മാത്രം അവശേഷിക്കെ കഴിഞ്ഞ തവണത്തെ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. അപ്പോഴും ജയപരാജയങ്ങളിൽ അത് നിർണായകമാകുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും UDF ക്യാമ്പിന്റെ ഉറച്ച വിശ്വാസം പ്രിയങ്ക ഗാന്ധി ഗംഭീരമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നാണ്. പക്ഷേ അവർ അവകാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യത തീരെയില്ല. കാരണം പോളിംഗ് അത്രത്തോളം കുറവാണ്. മറ്റ് 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും അവർ നടത്തിയിരുന്നു. ഈ ദുരന്ത ബാധിതരായ വോട്ടർമാരെ വോട്ട് വണ്ടികളിലാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചിരുന്നത്. KSRTC ബസ്സുകളായിരുന്നു വോട്ട് വണ്ടികളായി പ്രവർത്തിച്ചിരുന്നത്. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നെങ്കിലും സ്വാഭാവികമായും നിലവിലെ സാഹചര്യത്തിൽ ഒരു ദുരന്തം അതിജീവിച്ച് അധിക നാൾ പിന്നിടാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്താനുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഇപ്പോഴും നേടാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വ്യക്തമായി പറയാം, കഴിഞ്ഞ തവണത്തെ ആ പോളിംഗ് ശതമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത തുലവും കുറവാണ് നിലവിൽ ഈ ഒരു സമയത്തെ പോളിംഗ് ശതമാനവും വിലയിരുത്തുമ്പോഴും. സുജയ, ഓക്കെ, അലി അക്ബർ ഷാ മേപ്പാടിയിൽ നിന്നുള്ള വിവരങ്ങളാണ് പങ്കുവച്ചത്. നമുക്കൊന്ന് തോൽപ്പെട്ടിയിലേക്ക് പോകാം. ദീപക് മോഹൻ, അവിടെയുള്ള പോളിംഗ് ബൂത്തിലെ വിവരങ്ങൾ എങ്ങനെയാണ് ദീപക്? രാവിലെ തിരക്കുണ്ടായിരുന്നോ അതോ പിന്നീടാണോ ആളുകൾ വന്നത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? പോളിംഗ് ശതമാനം കുറയുമോ ഇങ്ങനെ പോയാൽ? സുജയ പാർവതി, കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സമയം 5 മണി ആയിരിക്കുന്നു. വളരെ കുറവാണ്. കഴിഞ്ഞ തവണ നേടിയ വോട്ടിംഗ് ശതമാനത്തിന്റെ അടുത്ത് പോലും എത്തില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ തിരുനെല്ലി പഞ്ചായത്തിലുള്ള
തോൽപ്പെട്ടി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ഇവിടെയാണ് വയനാട് ജില്ലയിലെ അതീവ സുരക്ഷയുള്ള പോളിംഗ് ബൂത്തുകളിൽ ഒന്നാണ് ഈ തോൽപ്പെട്ടിയിലെ സ്കൂൾ. ഇവിടെ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. 6ഓളം കേന്ദ്രസേനയുടെ ആർമിയിലുള്ള ആളുകൾ ഇവിടെ സുരക്ഷയ്ക്കായി നേരത്തെ തന്നെ രാവിലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഈ ഭാഗത്ത്, അതായത് മാനന്തവാടി നിയോജക മണ്ഡലത്തിലുള്ള വോട്ടിംഗ് ശതമാനം വളരെ കുറഞ്ഞു തന്നെയാണ് മുൻപത്തെ അപേക്ഷിച്ച്. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ തോൽപ്പെട്ടിയിലൊക്കെ നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. എന്നാൽ ഉച്ചയോടുകൂടി അല്പം ആളുകളുടെ വരുന്ന എണ്ണം കുറഞ്ഞു. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. 35, 36 എന്നീ 2 പോളിംഗ് ബൂത്തുകളാണ് തോൽപ്പെട്ടിയിലുള്ളത്. ഈ തോൽപ്പെട്ടിയിലെ ഈ 35, 36 എന്നീ 2 പോളിംഗ് ബൂത്തുകളിലായി 1800ഓളം ആളുകളാണ് 2 പോളിംഗ് ബൂത്തുകളിലുമായി വോട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ പ്രായമായ ആളുകളെല്ലാം ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് മടങ്ങുകയാണ് ഉണ്ടായത്. ഇനി ഒരു മണിക്കൂർ മാത്രം അവശേഷിക്കെ എത്ര പേർ വരുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു കണക്കില്ല. പക്ഷേ എന്നാലും കഴിഞ്ഞ തവണ ഉണ്ടായ അത്ര ഒരു വോട്ടിംഗ് ശതമാനം ഉയരുമെന്നൊരു പ്രതീക്ഷയില്ല. എന്താ വൈകിയത് എന്താ വോട്ട് ചെയ്യാൻ? രാവിലെ തിരക്കുണ്ടായിരുന്നോ? നല്ല തിരക്കാണ്. വൈകിയല്ലേ? വൈകിട്ട് ഇത്തവണ ആരായിരിക്കും? പ്രിയങ്കാ ഗാന്ധി തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി തന്നെ. സുജിയ, വോട്ട് ചെയ്ത ആളുകളുടെ പ്രതികരണമാണ് നമ്മളെടുത്തത്. നേരത്തെ പ്രിയങ്കാ ഗാന്ധിയുടെ ചിത്രം പതിച്ച ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് തോൽപ്പെട്ടിയിലാണ്. ഇതിന് സമീപത്തെ പ്രദേശത്തു നിന്നാണ്. തീർച്ചയായും തോൽപ്പെട്ടിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ ദീപക് മോഹൻ പങ്കുവച്ചത്. നമുക്കൊന്ന് വി എസ് രഞ്ജിത്തിലേക്ക് പോകാം. വി എസ് രഞ്ജിത്ത്, ഗുഡ് ഈവനിങ്. കൽപ്പറ്റയിലാണ് രഞ്ജിത്ത് നിൽക്കുന്നത്. ഈ പോളിംഗ് ശതമാനം ഇപ്പോഴും 57.49 ആണ് ഒരു അഗ്രഗേറ്റായി നമ്മുടെ മുന്നിലുള്ളത്. ഇതൊരു 70 കടക്കാനുള്ള സാധ്യത മങ്ങുകയാണോ രഞ്ജിത്ത്? എന്ത് തോന്നുന്നു ഇതുവരെ വിവിധ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ വരുമ്പോൾ? സുജയ, ഞാനിപ്പോൾ കൽപ്പറ്റയിൽ ഏകദേശം ഒരു 4-5 സ്കൂളുകളിൽ, വൈത്തിരിയിലെ ഒരു സ്കൂളിലൊക്കെ പോയിട്ട് വരികയാണ്. പല സ്ഥലത്തും വലിയ നിരയില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ രാവിലെ നിന്ന് കൽപ്പറ്റയിലെ ബൂത്തിൽ തുടക്കത്തിൽ ഒരു 10-15 പേർ ക്യൂവിൽ ഉണ്ടായിരുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ വലിയൊരു ക്യൂ രൂപപ്പെടുന്നൊരു സാഹചര്യം പോലുമില്ല. കഴിഞ്ഞ തവണ 73% പോളിംഗ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 70% എത്തി നിൽക്കാനുള്ളൊരു സാധ്യതയാണ് കണക്കാക്കുന്നത്. വലിയ കുറവുണ്ടാവുമെന്നല്ല, 70% താഴെ എന്ന് പറയുന്നതൊക്കെ വയനാട്ടിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രിയങ്കാ ഗാന്ധിയെ പോലെ ഇത്ര വലിയ പേഴ്സണാലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറയുന്നത് അവരുടെ തന്നെ മെജോറിറ്റി, അവരുടെ ഭൂരിപക്ഷം കുറയാനൊക്കെ കാരണമാവും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കൽപ്പറ്റ സ്കൂളിൽ 1200 വോട്ടർമാരുള്ള സ്ഥലത്ത് 885 ഈ സമയത്ത്, അതായത് പോളിംഗ് അവസാനിക്കാൻ സമയമാകുമ്പോഴും 885 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു 900 വോട്ടിലേക്കൊക്കെ എത്തി അവസാനിക്കുമോ എന്നുള്ള ആശങ്കയാണ്. കാരണം ഇപ്പോൾ പോളിംഗ് ബൂത്ത് കാലിയായി കിടക്കുന്നു, ഇവിടെയൊന്നും ആരുമില്ല. കുറച്ച് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നത് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂളിലാണ്. അവിടെ ഒരു വോട്ടർ പോലും ഇല്ലാത്ത ഒരു സ്ഥിതി പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു പോളിംഗ് ബൂത്തിലേക്ക് വന്ന് നോക്കിയതാണ് എന്താണ് സ്ഥിതി എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോഴും ഇവിടെ ഇതേ സ്ഥിതി തന്നെയാണ് മറ്റ് പോളിംഗ് ബൂത്തിലേക്കുള്ളത്. എന്ന് പറഞ്ഞാൽ വോട്ടർമാർ വളരെ പതുക്കെയാണ് വോട്ടിനോട് പ്രതികരിക്കുന്നത്. പല ആളുകളും പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന് 6 മാസത്തിനുള്ളിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാവുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് വോട്ടർമാരിൽ പ്രകടമാവുന്നുണ്ട് എന്നുള്ളത്. മാത്രമല്ല വലിയൊരു ആവേശമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഏകപക്ഷീയമായി UDF എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് വിജയം എന്നൊക്കെ പറഞ്ഞ് UDF തന്നെ 5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളിലും വലിയൊരു ആവേശമൊന്നുമില്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അതായിരിക്കാം പോളിംഗിൽ പ്രതിഫലിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കാര്യമായ ഒരു മത്സരമില്ല എന്ന ഒരു തോന്നലാണോ ആളുകളെ പിന്നോട്ട് വലിച്ചത്? നമുക്ക് മുബഷിറിനോട് കൂടി ചോദിക്കാം. മുബഷിർ പി അക്ബർ, ഗുഡ് ഈവനിങ്. ഏറനാട് ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ? ആളുകൾ എന്തായാലും പ്രിയങ്കാ ഗാന്ധി ജയിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വിട്ടുനിൽക്കുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? സുജയ പാർവതി, വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന നിയോജക മണ്ഡലം ഏറനാട് നിയോജക മണ്ഡലമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറനാട് ഒതായിലെ പോളിംഗ് ബൂത്തായിട്ടുള്ള മദ്രസയിലാണ്. ഇവിടെ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. PB അൻവർ MLA ഈ മേഖലയിലെത്തിയാണ് അല്പസമയം മുമ്പ് വോട്ട് രേഖപ്പെടുത്തിയത്. വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ K. സുധാകരനോട് സംസാരിച്ചിരുന്നു. ഇത്ര പോര പ്രചാരണം, ജനങ്ങളെ നേരിട്ട് കണ്ട് തന്നെ വോട്ട് ചെയ്യാനെത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നാൽ അതില്ലാത്തതുകൊണ്ട് തന്നെ UDF സംവിധാനം പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ അത് ബാധിക്കുമെന്നുള്ളതാണ് PB അൻവർ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം മുന്നണി വിട്ടതിനു ശേഷം പ്രിയങ്കാ ഗാന്ധി ആയിരിക്കും പിന്തുണക്കുക എന്നൊക്കെ തന്നെ പറഞ്ഞതിന് ശേഷം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും താരതമ്യേന കഴിഞ്ഞ തവണത്തേതിൽ വെച്ച് നോക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ് എന്നുള്ളതാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതായത് സാങ്കേതിക പ്രശ്നങ്ങളോ പ്രതികൂലമായ കാലാവസ്ഥയൊന്നും തന്നെ ഇല്ല. അനുകൂലമായ കാലാവസ്ഥയിലും ആളുകൾ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്താത്തൊരു പശ്ചാത്തലമാണ് നിലവിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നിലമ്പൂരിൽ പോളിംഗ് ശതമാനം താരതമ്യേന വളരെ കുറവാണ് എന്നുള്ളതാണ്
നമുക്ക് അവിടെയൊക്കെ തന്നെ പോയി ആളുകളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള കാഴ്ചയിലേക്ക് പോകുമ്പോൾ ഏറെക്കുറെ ആളൊഴിഞ്ഞ അവസ്ഥയിലാണ്, മന്ദഗതിയിലാണ്, വരിയൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ചില ഇപ്പോൾ ബൂത്ത് നമ്പർ ഈ മേഖലയിലേക്ക് കുറച്ച് ആളുകൾ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നൊരു കാഴ്ച, ഈ 2 ബൂത്തുകളും ഒഴിഞ്ഞു കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ തരത്തിൽ വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ള ഏറനാട് നിയോജക മണ്ഡലത്തിലെ സാഹചര്യം പോലും ഇതാണെന്നുള്ളതാണ്. അല്പസമയം മുമ്പ് ഞാൻ മലപ്പുറത്ത് DCC അധ്യക്ഷനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വലിയ ആത്മവിശ്വാസമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് PS ജോയ് വ്യക്തമാക്കുന്നത്. തിരുവമ്പാടിയിലും അതുപോലെ തന്നെ നിലമ്പൂരിലും ഏറനാട്ടിലും വണ്ടൂരിലും പോളിംഗ് ശതമാനം കൂടിയത് അവർക്ക് അനുകൂലമാണ്. കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഒക്കെ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷ ക്യാമ്പുകളിൽ നിന്നുള്ള വോട്ടുകളാണ് കുറഞ്ഞത് എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങൾ ഉന്നയിച്ചതുപോലെ തന്നെ 4 ലക്ഷത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിക്കുമെന്നൊരു അവകാശവാദം PS ജോയ് ഉന്നയിക്കുന്നത്. അതേസമയം LDF ക്യാമ്പ് അത്തരത്തിൽ മറുവാദമാണ് ഉന്നയിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം. മുബഷീറിലേക്കും രഞ്ജിത്തിലേക്കും ദീപക്കിലേക്കും അലിയിലേക്കും ഒക്കെ. വയനാട്ടിലെ പോളിംഗ് ശതമാനം ഇപ്പോഴും